CPM ഇനി കേരളത്തിൽ തിരിച്ചു വരില്ലേ? ഈ സാഹചര്യത്തിൽ വളരെ പ്രസക്തമായ ചോദ്യം. ഈ ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. ചോദ്യം ചോദിച്ചത് സാക്ഷാൽ അഖിൽ മാരാർ, ബിഗ് ബോസ് വിജയ്, സംവിധായകൻ, അതിലുപരി താൻ വലിയൊരു രാഷ്ട്രീയ നിരീക്ഷകനാണെന്നും കാലജ്ഞാനിയാണെന്നും സ്വയം വിശ്വസിക്കുന്ന ഒരാൾ. എന്തുകൊണ്ടാണ് അഖിൽ മാരാർ ഇങ്ങനെ പറയുമ്പോൾ പലരും, പ്രത്യേകിച്ചും ഇടതുപക്ഷ അനുഭാവികൾ പോലും ഒരു നിമിഷമൊന്നും സംശയിക്കുന്നത്, അല്ലെങ്കിൽ ഒരു നേർത്ത ഭയം അവരുടെ മനസ്സിലുണ്ടാകുന്നത്? അതിനൊരു കാരണമുണ്ട്. അത് മാരാരുടെ ഭൂതകാലമാണ്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി അയാൾ നടത്തിയ ചില പ്രവചനങ്ങളുടെ ട്രാക്ക് റെക്കോർഡാണ് ആ ഭയത്തിനടിസ്ഥാനം. വെറുതെ കാടടച്ച് വെടിവെക്കുകയല്ല, താൻ പണ്ട് പറഞ്ഞ കാര്യങ്ങളുടെ കൃത്യമായ തെളിവുകൾ സഹിതമാണ് ഇദ്ദേഹം ജനങ്ങൾക്ക് മുൻപിലേക്ക് വരുന്നത്. നമുക്ക് ആ പ്രവചനങ്ങളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാം. 2013 ഡിസംബർ 12 അന്ന് അഖിൽ മാരാർ തൻ്റെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുന്നു. രാജ്യത്ത് അന്ന് BJP അത്ര ശക്തമായിരുന്നില്ല. ത്രിപുരയിൽ CPM ഭരണത്തിലുണ്ട്. ബംഗാളിൽ അവർ ശക്തമായ പ്രതിപക്ഷമാണ്. ആ സമയത്താണ് അടുത്ത 10 വർഷം കൊണ്ട് ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പതനം പൂർണ്ണമാകുമെന്നും അവർ ദേശീയ പാർട്ടിയിൽ നിന്നും സംസ്ഥാന പാർട്ടിയായി മാറുമെന്നും മാരാർ പ്രവചിച്ചത്. ഒപ്പം BJP രാജ്യത്ത് ശക്തിപ്പെടുമെന്നും അദ്ദേഹം കുറിച്ചു. കാലം കാത്തിരുന്നു. ആ പ്രവചനം അക്ഷരം പ്രതി ശരിയായി. ഇനി രണ്ടാമത്തെ പ്രവചനം. 2021 ഒരു ന്യൂസ് ചാനൽ ചർച്ചയിൽ പങ്കെടുക്കവേ തികഞ്ഞ ഒരു സിനിമാക്കാരൻ്റെ ഭാഷയിൽ മാരാർ പറഞ്ഞു, ഒരു സംവിധായകൻ എന്ന നിലയിൽ എനിക്കതിൻ്റെ ക്ലൈമാക്സ് മുൻകൂട്ടി കാണാൻ കഴിയുന്നുണ്ടെന്ന്. രമേശ് ചെന്നിത്തല അപമാനിതനായി പുറത്തു പോകുമെന്നും VD സതീശൻ പ്രതിപക്ഷ നേതാവായി സ്ഥാനമേൽക്കുമെന്നും അന്ന് മാരാർ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു. KC വേണുഗോപാൽ രക്ഷകനായി അവതരിക്കാനുള്ള സാധ്യതയും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പിന്നീട് കേരള രാഷ്ട്രീയം കണ്ടത് മാരാർ പറഞ്ഞ ഈ ക്ലൈമാക്സ് തന്നെയായിരുന്നു. ഈ രണ്ട് വമ്പൻ പ്രവചനങ്ങളും കൃത്യമായി ഫലിച്ചു എന്നതുകൊണ്ടാണ് ഇന്ന് അഖിൽ മാരാർ നടത്തുന്ന ഈ പുതിയ പ്രവചനത്തെ പലരും പേടിയോടെ നോക്കിക്കാണുന്നത്. കേരളത്തിൽ ഇനി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു തിരിച്ചുവരവില്ല എന്നാണ് മാരാരുടെ പുതിയ കണ്ടെത്തൽ. ഇത്രകാലവും CPM തോറ്റത് രാഷ്ട്രീയമായിട്ടായിരുന്നെങ്കിൽ ഇത്തവണ തോറ്റത് ന്യൂനപക്ഷങ്ങൾ ആര് ഭരിക്കണമെന്ന് തീരുമാനിച്ചത് കൊണ്ടാണത്രേ. പിണറായി വിരുദ്ധ വികാരമോ പ്രതിപക്ഷത്തിൻ്റെ മിടുക്കോ ഒന്നുമല്ല, മറിച്ച് മതസംഘടനകളുടെ തീരുമാനമാണ് LDFനെ താഴെ ഇറക്കിയതെന്ന് അദ്ദേഹം വാദിക്കുന്നു. EMS മുതൽ പിണറായി വരെയുള്ള അതികായകരായ നേതാക്കൾ ഇല്ലാത്തതുകൊണ്ട് പാർട്ടി തമ്മിലടിച്ച് തകരുമെന്നും ഈഴവ സമുദായം BJPയിലേക്ക് ഒഴുകുമെന്നും അതോടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പൂർണ്ണമായും രാഷ്ട്രീയ ചിത്രത്തിൽ നിന്നും മാഞ്ഞു പോകുമെന്നുമാണ് മാരാരുടെ പ്രവചനം. ഇതൊക്കെ കേൾക്കുമ്പോൾ ഏതൊരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെയും നെഞ്ചിടിപ്പൊന്ന് കൂടും. കേരളത്തിലും ബംഗാളും ത്രിപുരയും ആവർത്തിക്കുമോ എന്ന് തോന്നിപ്പോകും. പക്ഷേ അതവിടെ നിൽക്കട്ടെ. ഈ പ്രവചനങ്ങളുടെയും അവലോകനങ്ങളുടെയും യാഥാർത്ഥ്യം എന്താണെന്ന് നമ്മളൊന്ന് കീറി മുറിച്ച് പരിശോധിക്കേണ്ടതുണ്ട്. 10 കാര്യം വിളിച്ചു പറയുമ്പോൾ അതിൽ 1-2 എണ്ണം യാദൃശ്ചികമായി ശരിയാകും. ആ ശരിയായത് മാത്രം പെട്ടിയിലാക്കി നാട് മുഴുവൻ കൊട്ടിഘോഷിക്കുന്ന ഒരുതരം കൺഫർമേഷൻ ബേസ് മാത്രമാണിത്. മാരാരുടെ ഈ ഗീർവാണങ്ങളെ കൃത്യമായ കണക്കുകളുടെയും യാഥാർത്ഥ്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ആദ്യം തന്നെ പറയട്ടെ, അഖിലെ, ഇത് കേരളമാണ്. ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ UDF ജയിച്ചതല്ല, മറിച്ച് ഇടതുപക്ഷത്തെ ജനങ്ങൾ തോൽപ്പിച്ചതാണ്. ഭരണ തുടർച്ചയുടെ ഹുങ്ക്, ജനങ്ങളോടുള്ള ധാർഷ്ട്യം, സാമ്പത്തിക തകർച്ച, സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ കണ്ടില്ലെന്ന് നടിക്കൽ, ഇതിനെല്ലാമുള്ള കേരള ജനതയുടെ കൃത്യമായ മറുപടിയായിരുന്നു ഈ ജനവിധി എന്നാണ് പലരും പറയുന്നത്. എനിക്ക് അക്കാര്യങ്ങളോട് വിയോജിപ്പുണ്ട്. എന്നാലും അതവിടെ നിൽക്കട്ടെ. പക്ഷേ UDFന് കിട്ടിയ വോട്ടുകൾ UDFനെ കണ്ടിട്ടുള്ള വലിയ പ്രേമം കൊണ്ടൊന്നുമല്ല എന്ന് മനസ്സിലാക്കണം. കേരളത്തിലെ ജനങ്ങൾക്ക്, പ്രത്യേകിച്ചും ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ള ഭൂരിപക്ഷ സമുദായത്തിന് എക്കാലത്തും ഒരു ഇടതുപക്ഷ മനോഭാവമുണ്ട്. സർക്കാരിൻ്റെ തെറ്റായ നയങ്ങളെ തിരുത്താൻ അവർ UDFന് വോട്ട് ചെയ്യും. അടുത്ത തവണ UDF മോശമായാൽ അവർ വീണ്ടും LDFനെ കൊണ്ടുവരും. അതൊരു രാഷ്ട്രീയമായ തിരുത്തൽ പ്രക്രിയയാണ്. അല്ലാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നേക്കുമായി കേരളത്തിൽ നിന്ന് മാഞ്ഞു പോകും, ഈഴവരൊക്കെ BJPയിലേക്ക് ഒഴുകുമെന്നൊക്കെ പറയുന്നത് സ്വന്തം രാഷ്ട്രീയ മോഹങ്ങൾക്ക് വേണ്ടി മെനഞ്ഞെടുക്കുന്ന വെറും പകൽക്കിനാവുകൾ മാത്രമാണെന്ന് ചിന്തിക്കുന്നവർക്ക് മനസ്സിലാകും. ഇനി നമുക്ക് ഈ പ്രവചന സിംഹത്തിൻ്റെ സ്വന്തം ട്രാക്ക് റെക്കോർഡൊന്ന് പരിശോധിക്കാം. മറ്റുള്ളവരുടെ തോൽവിയും ജയവും പ്രവചിക്കുന്ന മാരാർ ഈ അടുത്ത് നടത്തിയ മറ്റ് ചില പ്രവചനങ്ങൾ സൗകര്യപൂർവ്വം മറന്നു കളഞ്ഞു. പാലക്കാട് ശോഭാ സുരേന്ദ്രൻ ജയിക്കുമെന്ന് തറപ്പിച്ചു പറഞ്ഞ ആളാണ് മാരാർ. റിസൾട്ട് വന്നപ്പോൾ എന്തായി? അതവിടെ നിൽക്കട്ടെ. ഏറ്റവും വലിയ തമാശ എന്താണെന്ന്, 2013 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശവക്കുഴി തോണ്ടിയ ഇതേ അഖിൽ മാരാർ പിണറായി വിജയൻ 3ാമതും കേരളം ഭരിക്കുമെന്ന് പ്രവചിച്ചിരുന്നു. പിണറായി ജയിക്കുമെന്ന് പറയുമ്പോൾ അതും പ്രവചനം. ഇപ്പോൾ LDF തോറ്റപ്പോൾ കമ്മ്യൂണിസം ഇല്ലാതായി എന്ന് പറയുന്നതും പ്രവചനം.
എങ്ങനെയുണ്ട് പരിപാടി? എങ്ങോട്ടെങ്കിലും ഒരു കല്ലെടുത്തെറിയുക, കൊള്ളുന്നത് സ്വന്തം അക്കൗണ്ടിൽ എഴുതുക, പൊട്ടിയതെല്ലാം മിണ്ടാതെ വിടുക. ഇനി സ്വന്തം കാര്യത്തിലേക്ക് വരാം. തൃക്കാക്കരയിൽ 2020-യുടെയും NDAയുടെയും സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ പോയപ്പോൾ അഖിൽ മാരാർ പറഞ്ഞത് താൻ അനായാസം ജയിക്കുമെന്നായിരുന്നു. ഫലമോ 8 നിലയെ പൊട്ടി. പോരാത്തതിന് വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ എന്തായിരുന്നു തള്ളൽ? ഞങ്ങൾ തൃക്കാക്കരയിൽ വലിയ മുന്നേറ്റമുണ്ടാക്കി, 6000 വോട്ടിൻ്റെ വർധനവുണ്ടാക്കി എന്ന്. അവിടെയാണ് മലയാളികൾ കണക്കുകൾ വച്ച് മാരാരെ പഞ്ഞിക്കിട്ടത്. സോഷ്യൽ മീഡിയയിൽ വന്ന കൃത്യമായൊരു കണക്കുണ്ട്. അത് കേട്ടാൽ ആരും മൂക്കത്ത് വിരൽ വെച്ച് പോകും. തൃക്കാക്കരയിലെ കണക്കുകൾ ഇങ്ങനെയാണ്. 2021 തൃക്കാക്കര ഇലക്ഷനിൽ NDAയും 2020യും 2 വെവ്വേറെ പാർട്ടികളായിട്ടാണ് മത്സരിച്ചത്. അന്ന് BJPക്ക് കിട്ടിയത് 15,483 വോട്ടുകൾ. 2020ക്ക് കിട്ടിയതോ 13,897 വോട്ടുകൾ. അതായത് അന്ന് അവർക്ക് രണ്ടാൾക്കും കൂടി ആകെ കിട്ടിയത് 29,380 വോട്ടുകൾ. ഇനി 2026 വരാം. ഈ 2 പാർട്ടികളും ഒറ്റക്കെട്ടായി അഖിൽ മാരാർ എന്ന അതികായനായ സ്ഥാനാർത്ഥിയെ നിർത്തിയപ്പോൾ കിട്ടിയ വോട്ട് എത്രയാണെന്നോ? വെറും 21,424 വോട്ടുകൾ. അതായത് കഴിഞ്ഞ തവണത്തേക്കാൾ 7,956 വോട്ടുകളുടെ കുറവ്. സ്വന്തം വ്യക്തിപ്രഭാവം കൊണ്ട് ഈ 2 പാർട്ടികൾക്കും കൂടി കിട്ടേണ്ടിയിരുന്ന 8,000-ഓളം വോട്ടുകൾ നഷ്ടപ്പെടുത്തിയിട്ടാണ് പുള്ളിക്കാരൻ വന്ന് ഞാൻ 6,000 വോട്ട് കൂട്ടി മുന്നേറ്റമുണ്ടാക്കിയെന്ന് മൈക്കിലൂടെ വിളിച്ചു കൂവുന്നത്. ഒരു യൂസർ കമൻറ്റ് ചെയ്തതുപോലെ ഈ പാടിന് നിർത്തിയത് കൊണ്ട് കിട്ടേണ്ട വോട്ട് പോലും കിട്ടിയില്ല എന്നതാണ് തൃക്കാക്കരയിലെ BJPയുടെയും 2020യുടെയും യഥാർത്ഥ അവസ്ഥ. മലയാളികൾക്ക് കാര്യങ്ങൾ കൃത്യമായി അറിയാം. മാരാരുടെ പോസ്റ്റിന് താഴെ വന്ന മറ്റൊരു കമൻറ്റ് അക്ഷരം പ്രതി ശരിയാണ്. ഇതാണ് മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നമെന്ന് പറയുന്നത്. ഇത് കേരളമാണ്, അഖിലേ മറക്കരുത്. നിന്നെ ഒരു ഷോയിൽ നെഞ്ചോട് ചേർത്തു മലയാളികൾ. അതിനുശേഷം നിന്നെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തു മലയാളികൾ. ഇനി നീ നല്ല കാര്യങ്ങൾ ചെയ്താൽ നിന്നെ വീണ്ടും വാനോളം ഉയർത്തും ഈ മലയാളികൾ. വളരെ കൃത്യമാണ് ആ വിലയിരുത്തൽ. ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിൽ നിങ്ങളുടെ ഗെയിം കണ്ട് മലയാളികൾ നിങ്ങളെ സ്നേഹിച്ചു. അത് നിങ്ങളുടെ ആ ഗെയിമിനോടുള്ള താല്പര്യമായിരുന്നു, അല്ലാതെ നിങ്ങളുടെ ഈ പൊള്ളയായ രാഷ്ട്രീയ നിരീക്ഷണങ്ങൾക്കുള്ള സർട്ടിഫിക്കറ്റ് ആയിരുന്നില്ല. ആ സ്നേഹം വെച്ചുകൊണ്ട് രാഷ്ട്രീയത്തിൽ വന്ന് എന്ത് വിഡ്ഢിത്തം വിളിച്ചു പറഞ്ഞാലും മലയാളികൾ അത് തൊണ്ട തൊടാതെ വിഴുങ്ങിക്കൊള്ളുമെന്ന് കരുതുന്നത് വലിയ മണ്ടത്തരമാണ്. നേമം, കഴക്കൂട്ടം, ചാത്തന്നൂർ എന്നിവിടങ്ങളിൽ കോൺഗ്രസ് BJPയെ സഹായിച്ചു എന്നൊക്കെ പറയാൻ വലിയ ബുദ്ധിയൊന്നും വേണ്ട. ഇലക്ഷൻ കഴിഞ്ഞ് ഏത് കവലയിൽ പോയിരുന്നാലും ഇതിലും മികച്ച അവലോകനങ്ങൾ കേൾക്കാം. പക്ഷേ കേരളത്തിൻ്റെ മതേതര മനസ്സിനെ, ഇവിടുത്തെ ജനങ്ങളെ വെറും വോട്ട് ബാങ്ക് മെഷീനുകളായി മാത്രം കണ്ട് അവർ കൂട്ടത്തോടെ NDAയിലേക്ക് പോകുമെന്നൊക്കെ പ്രവചിക്കാൻ അല്പം തൊലിക്കട്ടി തന്നെ വേണം. ചുരുക്കത്തിൽ പറഞ്ഞാൽ അഖിൽ മാരാരുടെ ഈ പുതിയ തിയറികൾക്കൊന്നും വലിയ ആയുസില്ല. രാഷ്ട്രീയമെന്നത് ബിഗ് ബോസ് വീട്ടിലെ ടാസ്കുകളല്ല, അതൊരു പച്ചയായ യാഥാർത്ഥ്യമാണ്. ജനങ്ങളുടെ വികാരവും അവരുടെ പ്രശ്നങ്ങളുമാണ് അവിടെ തീരുമാനങ്ങൾ എടുക്കുന്നത്, അല്ലാതെ ആരെങ്കിലും എഴുതി വയ്ക്കുന്ന സ്ക്രിപ്റ്റ് അനുസരിച്ചല്ല ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ തോൽക്കുന്നതും ജയിക്കുന്നതും. തോറ്റിട്ടും കൊണയടിക്ക് മാത്രം ഒരു കുറവുമില്ലാതെ സ്വന്തം തകർച്ചകളെ വിജയമാക്കി മാറ്റാൻ കണക്കുകളിൽ കൃത്രിമം കാണിച്ച് കേരള ജനതയുടെ രാഷ്ട്രീയ ബോധത്തെ വില കുറച്ച് കാണാൻ ശ്രമിക്കരുത്. കാരണം ഇത് കേരളമാണ് മാരാരെ. ഇവിടെ ചിലപ്പോൾ നിങ്ങളുടെ തള്ളലുകൾക്ക് സോഷ്യൽ മീഡിയയിൽ ലൈക്ക് കിട്ടിയേക്കാം, പക്ഷേ വോട്ട് കിട്ടില്ല. അതിന് മണ്ണിലിറങ്ങി പണിയെടുക്കേണ്ടി വരും.